ഒരു ഇൻട്രോ പറയാന്ന് വെച്ചാൽ കാറ്റ് സമ്മതിക്കൂല്ല. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു എൻ്റെ പുതിയ വ്ളോഗ്. ഹായ് പറ, ഹായ് പറ. ഇല്ല എന്നിട്ട് ഹായ്. ഇപ്പം നമ്മളിന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ അടുത്തു വൈ നോട്ട് ഷോപ്പിങ്ങും കൂടി കാണിക്കാം അല്ലേ അല്ലേ? ഇന്ന് ആർക്കാ ഷോപ്പിംഗ്? രണ്ടുപേർക്കോ? എനിക്കെന്ത് എന്താ ഷോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു തരുമോ? എനിക്കല്ല, നിങ്ങൾ വിചാരിക്കും, എന്നെ അറിയുന്ന പലരും വിചാരിക്കും ഞാനാണൊരു ഷോപ്പ് ഹോളിക് എന്ന്. എന്നാൽ അതല്ല സത്യം. ഈ മനുഷ്യനാണ് ഷോപ്പ് ഹോളിക്. ഇവിടെ നമുക്കിപ്പോൾ കാണാം ആരൊക്കെ എന്തൊക്കെ വാങ്ങുന്നു എന്നുള്ളത്. നമ്മൾ എന്ത് വാങ്ങാനാ പോണേ അറിയില്ല. ജിതിന് ഓസ്ട്രേലിയ പോവാണ് എന്നെ കൂട്ടാതെ, എടുത്ത് പറയണം എനിക്ക്. അപ്പോൾ ഇതിന് ഓസ്ട്രേലിയ പോകുമ്പോൾ എന്തൊക്കെയോ വേണത്ര. ശരി, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഷോപ്പിംഗ്, നമ്മൾ എവിടെ പോയിട്ടോ ഷോപ്പ് ചെയ്യാറ് എന്നൊക്കെ കാണിച്ചു തരാം. ഞാനൊരു ചുവിങ്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വേറെ എന്താ പ്രത്യേകിച്ച് ഇന്ന് എന്താന്ന് കാണാം, വഴിയെ കാണാം വേറെ എന്തൊക്കെയുള്ളതെന്ന്. നമ്മുടെ മെയിൻ അജണ്ട ഷോപ്പിംഗ് ആണ്. പിന്നെ അവിടെ എത്തുമ്പോ ഇനി എന്തൊക്കെ ഉണ്ടാവുന്നു കണ്ടറിയാം. ഇത് കണ്ടു, ജിതിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ജിതിനാണെങ്കിൽ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇരുന്നോണ്ടേ ഇരിക്കും. ഇത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഈ വീക്കെൻഡ് അത്യാവശ്യം ക്ലൗഡി ആയിരുന്നു, കുറച്ച് അത്യാവശ്യം മഴയും ഒക്കെ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു. പക്ഷെ എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും കാർമേഘമൊക്കെ ആയിട്ട് ഭയങ്കര മൂടി നിൽക്കുമായിരുന്നു. റോഡിലാണേലും അധികം തിരക്കില്ല, കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ആരും പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഇൻഡോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിതൊരു ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിംഗ് എവിടെയാണ് എന്താണെന്നൊക്കെയല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൊക്കെ ഇവിടുത്തെ മോൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് മോളുണ്ട്. ഈ ഔട്ട്ലെറ്റ് മോളിൽ അത്യാവശ്യം ചെറുതും വലുതുമായ എല്ലാ ബ്രാൻഡ്സിൻ്റെയും സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഷോപ്പ് ചെയ്യാനും അതുപോലെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കുറച്ചധികം ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതുപോലെ ഷോപ്പിങ്ങിന് പോവുക, കടകളൊക്കെ കാണുക, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ നമ്മളിതുപോലെ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഔട്ട്ലെറ്റ് മോൾസ് ഉണ്ടാവും. ഔട്ട്ലെറ്റ് മോൾസിൽ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും സെയിൽസോ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങൾക്കും കുറച്ച് വില കുറച്ചിട്ടാണ് എപ്പോഴും സെയിൽ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റീറ്റെയിലിൽ പോയിട്ട് വലിയ വില കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സിൽ സാധനങ്ങൾ കിട്ടും. ഓക്ലാൻഡ് എയർപോർട്ടിനടുത്ത് തന്നെയാണ് ഈ മോളുള്ളത്. മനാവ ബേ എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ലൊരു മോളാണ്. അത്യാവശ്യം എല്ലാത്തര ബ്രാൻഡ്സും അതുപോലെ എല്ലാത്തര ബാഗ്സ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും എല്ലാത്തരം നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പം ഞാൻ ഈ ചാടിത്തുള്ളി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, കുറേ കാലമായിട്ട് എനിക്കൊരു ബാഗ് വേണം എന്ന് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മോളിൽ വരുമ്പോൾ ഞാൻ ഈ കടയിൽ കയറിയിട്ട് ഇങ്ങനെ ബാഗ്സൊക്കെ നോക്കും. എനിക്കാണെങ്കിൽ ഈ ബാഗ്സ്, ചെരുപ്പ്, അതുപോലത്തെ ആക്സസറീസൊക്കെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഓരോ തവണ ഈ ബാഗ് എടുത്ത് നോക്കി അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് പോരും. കാരണം എനിക്കത് അത്രയും വില കൊടുത്ത് വാങ്ങണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കും. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ഇവിടെ ഇത് എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അപ്പോൾ ആ ഒരു കാര്യം മുതലെടുക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഈ ട്രാവൽ ചെയ്യുക, ഷോപ്പിംഗ് ചെയ്യുക, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. ചിലർ ചിന്തിക്കും ഇതിനൊക്കെ വെറുതെ പൈസ കളയേണ്ട ആവശ്യമുണ്ടോ, ഇതിൻ്റെയൊക്കെ എത്ര ആവശ്യം എന്താ, ഒരാൾക്കൊരു ബാഗ് പോരെ, അല്ലെങ്കിൽ ഇത്രയധികം ട്രാവൽ ചെയ്യേണ്ട ആവശ്യം എന്താ, ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്തൂടെ എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ എപ്പോൾ ചെയ്യാനാ?
എന്ന് വെച്ച് പൈസ ദൂർത്തടിക്കണം എന്നോ നമ്മൾ പൈസ സേവ് ചെയ്യരുത് എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എപ്പോഴേലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ജീവിക്കാൻ ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ നോക്കുക. അങ്ങനെ എന്തായാലും എൻ്റെ കുറേ കാലത്തൊരാഗ്രഹം നടന്നു. ഞാൻ ഇവിടുന്ന് ഒരു ബാഗ് വാങ്ങി. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് അതിലെന്തെങ്കിലും എൻഗ്രേവ് ചെയ്യണമെങ്കിൽ എൻഗ്രേവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ടാഗിൽ എനിക്കിഷ്ടമുള്ള ഞങ്ങളുടെ ഇനീഷ്യൽ എൻഗ്രേവ് ചെയ്തു. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ എൻഗ്രേവ് ചെയ്യുന്നത് ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നി. കാരണം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇനീഷ്യൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസോ എൻഗ്രേവ് ചെയ്തിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആക്സസറീസിൽ ഹാങ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര അടിപൊളി കാര്യമല്ലേ. അപ്പം ഞാനിതിൽ എൻഗ്രേവ് ചെയ്യാൻ കൊടുത്തത് NJ എന്നുള്ള ലെറ്റേഴ്സാണ്. എൻ്റെയും ജിതിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ ഈ ബാഗുമ്മ തന്നെ ഒരു ടാഗ് ഉണ്ട്, ഒരു ലെതർ ടാഗ്. ആ ടാഗുമ്മയാണ് ഇവർ എൻഗ്രേവ് ചെയ്യുന്നത്. ഇവർ എന്തോ സീല് വെച്ചിട്ട് അതുമ്മ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കളർ ഓഫ് ചോയ്സ് ഉണ്ട്. നമുക്ക് ഏത് ഇഷ്ടമുള്ള കളറാണോ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾക്ക് അതിൽ എൻഗ്രേവ് ചെയ്ത് തരും. എനിക്ക് അതിലൊരു എൻ്റെ ബാഗിന് ഇത്തിരി കൂടെ മാച്ചായിട്ട് ഗോൾഡൻ ഇതാണ് എനിക്ക് തോന്നി. കാരണം എൻ്റെ ഗോൾഡൻ ഹാർഡ്വെയർ ആണ് ബാഗിനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ അവർ എൻഗ്രേവ് ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ എൻഗ്രേവിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് സംഭവം കൈ കിട്ടി. ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയാണ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടാവുക. ഇത് മാഞ്ഞൊന്നും പോവത്തില്ല, ഇതുപോലെ തന്നെ അവിടെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അങ്ങനെ നമുക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു. എന്തായാലും ബില്ല് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തത് കൊണ്ട് ഞങ്ങളിത് ചുമ്മാ ഒന്നുകൂടെ ഷോപ്പിലൊക്കെ ഒന്ന് കറങ്ങി. അപ്പം ഞാൻ ഓർത്തു എന്നാൽ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം ബാക്കിയുള്ള കളക്ഷൻസൊക്കെ. അങ്ങനെ നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ടായാലോ എന്ന് ഓർത്തിട്ട് ഞാനത് കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല അവിടെ നിന്ന് ഇറങ്ങുന്നവരെ. പിന്നെ ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് മോൾ. അത്യാവശ്യം എല്ലാ ഷോപ്സും ഉള്ളത് കൊണ്ട് എല്ലാ ഷോപ്സിലും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ്. പിന്നെ അത്യാവശ്യം കുറച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കുകയാണ്. നേരത്തെ നിങ്ങൾ കണ്ട എൻ്റെ ആ ഇളിഞ്ഞ ചിരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ജിതിൻ എനിക്ക് ലിൻഡിൻ്റെ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങി തന്നിരുന്നു. ഞാനത് ജസ്റ്റ് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കി കുടിച്ച് തീർത്തു. അപ്പോൾ ജിതിൻ ലിൻഡിൻ്റെ മുന്നിലെത്തിയപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് തീർന്നു എന്ന്. അപ്പോൾ ജിതിൻ എന്നെ ചീത്ത പറയുന്ന ഭാഗമാണ് നിങ്ങളവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും ബൈ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാനാണ് വന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ അത്യാവശ്യം ഓരോ കടയിൽ കയറി ഓരോന്ന് എടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ കടയിൽ കയറുമ്പോഴും എന്താ എടുക്കുന്നത് എന്നൊക്കെ കാണിക്കാൻ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ ആ കടയിൽ കയറി സാധനം എടുക്കേണ്ട ആ വെപ്രാളത്തിൽ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ വീഡിയോ എടുക്കാൻ ശരിക്കും മറന്നുപോയി. എന്തായാലും ഞാൻ അടുത്ത തവണ മുതൽ ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ടയേർഡായി. അപ്പോൾ എന്തായാലും ഒന്നിനി കഴിക്കാം എന്ന് ഓർത്തിട്ട് നമ്മളിത് കോക്കോ ഡാക്ക് അത് തന്നെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു. ഇതൊരു കൊറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ ഇവിടുന്ന് ഓർഡർ ചെയ്തു. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഒരു ഇതുപോലത്തെ ഒരു ഇതെടുക്കും, നമ്പറുള്ള ഒരു സംഭവം. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മയില്ല. പേ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് സീറ്റിൽ അവിടെ പോയിരിക്കാം. എന്നിട്ട് നമ്മൾ തന്നെ സെൽഫ് സർവീസാണ്, നമ്മൾ തന്നെ പോയി എടുത്തിട്ട് വരുന്നു. അത്രയേ ഉള്ളൂ. നമ്മളൊരു ചില്ലി സോയ് ചിക്കനും അതുപോലെ തന്നെ ഒരു ചിക്കൻ ബൗൾ ആണ് വാങ്ങിയത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് ഏഷ്യൻ ഫുഡ്സൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചൈനീസ് ആണെങ്കിലും ജാപ്പനീസ് ആണെങ്കിലും കൊറിയൻ ആണെങ്കിലും അങ്ങനത്തെ ഒക്കെ ടൈപ്സ് ഫുഡ് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഫ്ലേവേഴ്സ് ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് എരിവും ഉണ്ടാവും, അതുപോലെ കുറച്ച് മധുരവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ എല്ലാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് നല്ല ജ്യൂസി ആയിരുന്നു. നമ്മൾ നോർമലി നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോകാറുണ്ട്, അവിടത്തേക്കാളും കുറച്ചുകൂടെ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് തോന്നി, നല്ല ഫ്രഷ് ആയിട്ടും തോന്നി. നമ്മൾ വിചാരിക്കണ പോലെയല്ല, അത്യാവശ്യം നല്ല എരിവാണ് ഈ ഏഷ്യൻ ഫുഡ്സിനൊക്കെ. നമ്മൾ വിചാരിക്കും ഇന്ത്യൻസ് ആണ് ഭയങ്കര എരിവ് കഴിക്കുകയെന്ന്, പക്ഷേ ഈ ചൈനീസും അതുപോലെ ഈ കൊറിയൻ ഫുഡൊക്കെ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ഇരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയി, ഇനി വൈൻഡപ്പ് ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നമ്മൾ ഡിസ്കഷനിലായിരുന്നു. ഇനി എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ പോവാമെന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഒരു കട കണ്ടപ്പോൾ ഇത് അങ്ങ് കയറി, പിന്നെ നമ്മൾ അങ്ങ് വീണ്ടും വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചു ഇത് ഇത്രയും എത്തി. എന്ത് തോന്നുന്നു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട്? ഭയങ്കര ലൈറ്റ് വെയിറ്റ്.
അങ്ങനെ രാവിലെ ഒരു 10-11 മണിക്ക് എത്തി ഞങ്ങൾ തിരിച്ചതേ ഇത്രയും ബാഗായിട്ട് തിരിച്ചു പോകുന്നത് വൈകിട്ടൊരു 3-4 മണിയായിട്ടാണ്. തിരിച്ച് ഇറങ്ങിയപ്പോഴേ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അന്നത്തെ ആ ഒരു വീക്കെൻഡ് ഫുള്ള് നമ്മളിതേ അത്യാവശ്യം നല്ല രീതിക്ക് ഷോപ്പിംഗ് ഒക്കെ തീർത്തു. നമ്മളപ്പോൾ ഇത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ നമുക്ക് ലൈഫിൽ എൻജോയ്, ഞാൻ ഓടും കേട്ടോ, അതാണ് അതൊക്കെയെന്ന്. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.